പരം പൊരുൾ, പരബ്രഹ്മ, പരമാത്മാവ്, ഇങ്ങനൊക്കെ പറയുന്നിടത്ത് പര വരുന്നുണ്ട് ഇല്ലേ? പരാവിദ്യയുമുണ്ട് അപരാവിദ്യയും ഉണ്ടെന്ന് ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കും. അപ്പൊ ഇവിടെ പര എന്ന വാക്ക് പാരായണം ചെയ്യുന്നു. എന്താ പാരായണം? പരയിലേക്കുള്ള അയനം. പര എന്ന് പറഞ്ഞാൽ അവസാനത്തത്, അതിനപ്പുറം പിന്നൊന്നും ഇല്ല. അപ്പോ ആ പരയിലേക്കുള്ള അയനമാണ്, യാത്രയാണ് പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പര എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനുണ്ട് പരബ്രഹ്മം, അങ്ങനെയാണ്. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. അതുപോലെ തന്നെയാണ് പരാശക്തി. അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് പരാശക്തി. അപ്പൊ ഇവിടെ പരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതൻ, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പരൻ എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ആ പരമാത്മാവിനെയാണ് അവിടെ ദർശിച്ചത്. ആ ഋത്തുക്കള് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവര് ഒക്കെ ചേർന്നിട്ട് ഈ നാഭിക്കും മേരുദേവിക്കും വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒരു നല്ല പ്രാർത്ഥനയാണ് കേട്ടോ. അത് നമുക്കൊക്കെ നിത്യവും സന്ധ്യനാമം ജപിക്കുമ്പോൾ ചൊല്ലാവുന്ന ഒരു നല്ല വരി പ്രാർത്ഥനയാണ്. ഈശ്വര ഭഗവാനെ പരബ്രഹ്മമേ പോറ്റി, ശാശ്വതമായ മൂർത്തേ ശരണം ജഗന്നാഥ. ഞങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയെ വഴി പോലെ ഞങ്ങളിൽ വളർന്നൊരു കാരുണ്യമതിനാലേ വൈകാതെ പരിഗ്രഹിക്കണമേ ഭഗവാനെ. വൈകാര്യമൂർത്തി ഭേദമാക്കറിയാവതയ്യോ നിൻ തിരുവടി